ഇവളൊരു ക്രൗഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും മീഡിയ കാണുമ്പോൾ ഇവിടെ കയ്യിലൊരു അമർത്തലുണ്ട്. പിന്നെ ഞാൻ ഒരു പെർഫോമർക്ക് എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ആകെയുള്ളൊരു മരണ വീടുകളിലൊക്കെ ഇത് വരുമ്പോഴാണ് സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. ശരിയാണ്, മരണ വാർത്ത ആളുകളിലേക്ക് എത്തണം. പക്ഷെ അവിടെ ആളുകൾ വരുന്നതും അതിന്റെ സങ്കടവും ആഘോഷിക്കുമ്പോൾ ഈസ് ഇറ്റ് റൈറ്റ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ മീഡിയയാണ്, നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്നതിന്റെ അർത്ഥം നിങ്ങൾ ക്യാമറ വേണ്ട എന്നല്ല പറയുന്നത്. ഇതാണ് പാപ്പരാസിയിലേക്ക് വരുന്ന ഒരു സ്പേസിങ്. യു പ്രസന്റ് യുവർസെൽഫ് വെരി വെൽ. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ? പക്ഷെ എന്റെ ഫാഷൻ സെൻസ് മാറിയത്, അല്ലെങ്കിൽ അത് അഗ്രസീവ് ആയത് അല്ല വൈകുണ്ഠ പെരുമ്പലൂരിന് ശേഷമാണ്. അവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടല്ലോ, അതിന്റെ നായകൻ, സ്റ്റൈൽ ഐക്കൺ ആയിട്ടുള്ള ഒരാള്. പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എങ്ങനെയാണ് ഈ തെലുങ്ക് പഠിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സർവൈവൽ. ഇവിടെ സിനിമ കിട്ടാത്തതുകൊണ്ട് അവിടെ സിനിമ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തന്നെ പഠിച്ചോളൂ. ഐ ക്യാൻ റിലേറ്റ്. കാരണം എന്റെ പാർട്ണർ ഇസ് ഇൻട്രോവേർട്ട്, ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ അത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാലേ, ഇവള് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ, സെലക്ടീവ് ഇൻട്രോവേർട്ടാ. ഇവള് ഇൻട്രോവേർട്ട് ഒന്നുമല്ല. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ നിങ്ങളുടെ അനൗൺസ്മെന്റ്, കല്യാണം എല്ലാത്തിനു ശേഷം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഗോപിക മറ്റേ ജലസ് ആവുന്ന. ഇപ്പൊ നമ്മൾ ഇത്ര പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാ, മറ്റേ ജലസ് ആവുന്ന ഒരു വീഡിയോ. പക്ഷെ എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താന്ന്. കാണുമ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കള്ളം പറയുന്നില്ല. പക്ഷെ രസമല്ലേ ഇങ്ങനെ നമ്മളുടെ ഒരു പാർട്ട്ണർ ഇങ്ങനെ ജലസ് ആയിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ശരിക്കും എന്തായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ സ്ലോ മോഷനിലാക്കിയപ്പോ ഞാൻ പറയുന്ന എന്തോ കേട്ടിട്ട് അവളുടെ എക്സ്പ്രഷൻ മാറിയതാ. ഇങ്ങനെ വല്ലതും കേട്ടോണ്ടിരുന്നു. അവള് അത് ആ സ്ലോ മോഷൻ മാറ്റിയാൽ തന്നെ ആ വീഡിയോയുടെ ചാമ്പോയി, അത് നോർമലായി പോകും. ഈ വീഡിയോ ഞാൻ കാണുന്നത് എനിക്ക് ഗോപിക അയച്ചതാ. ഇത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഗോപികയ്ക്ക് അയച്ചു കൊടുത്തത് ദിയാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തിരുന്ന് ഞാൻ ആരുടെ കള്ളാണ് പിടിച്ചത്, അവളാണ് ഗോപിക എടോ പൊടി പൊളിയടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഫണ്ണായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇതിനകത്ത് ദിയാണ് ഗോപികയ്ക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത്. ഗോപിക അയ്യോ ഇതെപ്പോഴുണ്ടായി. അവളിത് ബേസിക്കലി എന്താ വെച്ചാൽ അവളിത് സ്റ്റോറി ഇട്ടിരുന്നു. കാരണം ഗോപിക ഫാൻസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസ് ഇവര് ഇത് സ്ലോ മോഷൻ ആക്കി ഇട്ടിരുന്നു. ക്യൂട്ട് എന്നായിരുന്നു അതിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ. ഗോപിക അത് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ഇതിനൊരു അകലില്ല. വേറെ ആരോ ആള് അതിനകത്തൊരു നാഗവല്ലി BGM വെച്ചിട്ട് സംഭവം കൊടുത്തു. അപ്പൊ ഈ സാധനത്തിന്റെ ടോണേ മാറിപ്പോയി. എനിക്ക് അതിന്റെ ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമായി. എന്റെ അടുത്ത് ദിയ വിളിച്ചിട്ടോ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അനക്ക് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, നീ ഒരു കരിങ്കല്ലാന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവളെന്നെ വിളിക്കുന്നത്. എനിക്ക് ആകെയുള്ള സങ്കടം അതാണ്. നീ ഞങ്ങളോട് ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറുന്നതൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് GP എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. നീ എന്തൊരു മരങ്കോടനാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ദിയ എന്നെ വിളിച്ചത്. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ. ഇതത്രേ. പക്ഷെ ഇറ്റ് വാസ് ഫൺ. ഭയങ്കര വ്യൂസും വന്നിരുന്നു. ഈ ഗോപിക ഫാൻസ് കളക്റ്റീവിൽ തന്നെ 8 മില്യണോട്ടോ വ്യൂസ് ആയി എന്ന് പറഞ്ഞ ആരും എനിക്ക് അയച്ചു. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കാണാത്ത ഒരു മലയാളികൾ തന്നെ കാണും. എന്നെ വിളിച്ച് കുറെ പേര് ഉപദേശിക്കുകയും ചെയ്തു, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഞാൻ പിന്നെ നല്ല സൈലന്റ്, ഞാൻ തിരുത്താറൊന്നും പോലും. നിങ്ങളിപ്പോ ചോദിച്ചോണ്ടാ ഞാൻ തിരുത്തിയത്. ഞാൻ അതൊക്കെ കേട്ടിരിക്കും. കൊള്ളാലോ, ആൾക്കാരെ പെർസ്പെക്റ്റീവ് വെക്കുന്നത് ഭയങ്കര രസമല്ലേ. അപ്പൊ ഇനി ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇനി ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു. പിന്നെ മുമ്പ് നീ അങ്ങനെയായിരുന്നില്ലേ? ഓഹോ, അതെനിക്കൊരു ഇൻഫർമേഷൻ ആണല്ലോ. മനസ്സിലായി. ഇമേജ് കോൺഷ്യസ് ആയോ പിന്നീട്? അങ്ങനല്ല, ഇപ്പൊ ഇവരിങ്ങനെ ആളുകൾ പറയുന്നു പറഞ്ഞുകൊണ്ട് മാത്രം ചോദിച്ചാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എടോ അങ്ങനെയായ ഞാൻ ആദ്യം പറഞ്ഞ റോൾ കോസ്റ്റർ ഒന്നും ഞാനൊരു ഓളത്തിൽ പോകുന്നതാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഇമേജ് കോൺഷ്യസ് ആവുക എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ കില്ല് ചെയ്യുന്നതാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയതാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ദിയേനെ ഒരിക്കലും ജീവിതത്തിൽ കാണൂല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4 ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു ദിയുടെ കൂടെ, ഞങ്ങൾ 3 പേരും കൂടിയുള്ളത്. ബിക്കോസ് മീൻസ് അതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ സമയം എടുത്തത്. വി വാണ്ടഡ് ടു നോ ഈച്ച് അതർ ഇൻ ദാറ്റ് സ്പേസ്. ഞങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് കിട്ടിയ സമയം വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു ഓക്കെ ആണെന്നുള്ള വൈബ് മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇത് രണ്ടുപേരും നോ പറയാൻ തയ്യാറല്ല എന്നുള്ള സ്റ്റേജ് വന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. പക്ഷെ വി വർ നോട്ട് ഹെഡ് ഓവർ ഹീൽസ്. ഭയങ്കര പ്രണയത്തിലായിട്ട് ഇറ്റ്സ് നെവർ എ ലവ് മാരേജ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് ഡിസ്കവർ ചെയ്യുന്നു. ടൈം സ്പെൻഡ് ചെയ്യണം. അവളുടെ സെറ്റിലേക്ക് ഞാൻ പോകുന്നു, ഞാൻ എൻ്റെ സെറ്റിലേക്ക് അവൾ വരുന്നു. ഞങ്ങൾ എങ്ങനെയും എപ്പോഴും ഒരുമിച്ചാവാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ടാവുന്നത് അതിന് ശേഷമാണ്. അതുവരെ ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടിയിരുന്നില്ല.
അങ്ങനെയൊക്കെ സമയം കിട്ടിയിരുന്ന നിങ്ങളൊക്കെ എല്ലാം അറിയുമായിരുന്നല്ലോ. ഇത് നിങ്ങൾ ആരും കീപ് ഇറ്റ് പ്രൈവറ്റ്. അത് മാത്രമല്ല, ഇത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പില്ലാത്ത സാധനം നിങ്ങളോട് പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. അതാണ് ബേസിക് സാധനം. കാരണം ഫാമിലി പോലും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഐ നീഡ് ടൈം, അവള് പറയുന്നത് ഷീ നീഡ്സ് ടൈം. അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ എങ്ങനെയാ ബാക്കിയുള്ളവരോട് പറയുക? പിന്നെ ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പം ബിക്കോസ് ഇത് ഫാമിലി കൊണ്ടുവന്നതായതുകൊണ്ട് പിന്നെ ഇതിനൊരു ക്രെഡിബിലിറ്റി വരാൻ ഫാമിലിയുടെ ഒപ്പമുള്ള ഒരു ഫോട്ടോ, അപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ എൻഗേജ്മെന്റ് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം. അതല്ലേ ഏറ്റവും അതിന്റെ ഭംഗിയുള്ള ഒരു സാധനം. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് മീഡിയയിൽ അറിയിക്കുന്നത് അവളുടെ അച്ഛൻ, അമ്മ, അനിയത്തി, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ കൂടെയുള്ള ഒരു ഫോട്ടോ ആണ് അത് വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഫാമിലി ആയിട്ട് കൊണ്ടുവന്നത്. സോ അങ്ങനെയാണ് ഞങ്ങൾ ലോകത്തെ അത് അറിയിക്കുന്നത്. ദാറ്റ്സ് ദ മോസ്റ്റ് പെർഫെക്റ്റ് വേ ടു അനൗൺസ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ആയിരിക്കണം ഞങ്ങളുടെ 2 ഫാൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ, നമ്മുടെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ മീഡിയ ഫ്രണ്ട്സിനോടൊക്കെ അത് അറിയിക്കേണ്ടത് ആ രീതിയായിരുന്നു. എന്നിട്ട് പോലും ചില മീഡിയ ഇത് പരസ്യത്തിന്റെ ഷൂട്ടാണോ എന്ന് ചോദിച്ച ആൾക്കാർ, ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും അനിയനും വെച്ചിട്ട് പരസ്യത്തിന്റെ ഷൂട്ടാ. ബിക്കോസ് എന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. എന്തായിരുന്നു ചോദിക്കാൻ വന്നത്? കേട്ടിരുന്നു ഇതൊക്കെ. ഷോർട്ട് ഫിലിം ആണോ ഇതൊന്നൊക്കെ? D4Dance തൊട്ട് പേളി ചേച്ചി ആയിട്ടുള്ള നിങ്ങളുടെ 2പേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ജിപ്പിയുടെ കല്യാണം വന്നപ്പോഴും ഒട്ടും കുറച്ചില്ല, ഒരു എഡിറ്റഡ് എനിക്ക് തോന്നുന്നു എന്റെ കല്യാണ പിക്ചറിന്റെ അത്ര തന്നെ ലൈക്സ് ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ ആളുകൾക്ക് അങ്ങ് സന്തോഷമായി. പേളി ചേച്ചി ശരിക്കും വന്നിരുന്നെങ്കിൽ ഇത്ര സന്തോഷം വരില്ല. ആ എഡിറ്റഡ് ഫോട്ടോ അതെ. എങ്ങനെയുണ്ട്? ലൈക് ഷീസ് എ വൈബ്രന്റ് പേഴ്സൺ അല്ലേ? പേളിന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ പ്രസവിക്കുന്നവരെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ഡേറ്റ് ആവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ അവള് വിചാരിച്ചു 28-നായിരുന്നല്ലോ എന്റെ കല്യാണം. സോ ഷീ ഗോട്ട് ഡെലിവേർഡ് 11th or 12th അങ്ങനെ ഒരു 10 days മുമ്പേ. ഞാൻ വരൂടാ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അഗെയിൻ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ ടൈം എടുത്തു. എന്തോ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിലും അവള് പറഞ്ഞിരുന്നു എടാ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് വരാട്ടോ, 10 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വരാട്ടോ. അപ്പൊ ഞാൻ ഇവള് പ്രാന്തത്തി ഇവൾക്ക് എന്താണ്. പക്ഷെ എന്റെ അടുത്ത് ഞാൻ എൻഗേജ്മെന്റ് മുമ്പേ പേളിനെ കാര്യം പറഞ്ഞിരുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴും പേളിയുടെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചാണ്. അപ്പൊ പേളി പറഞ്ഞിരുന്നു, പേളി ഭയങ്കര വാശി പിടിച്ചിരുന്നു. എടാ നിന്റെ കല്യാണം എങ്ങനെടാ ഞാനില്ലാതെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ എന്ത് ചെയ്യാനാണ്, ഇവിടെയാണ് ഒരു ഗ്യാപ്പ്. പിന്നെ അന്ന് സാന്ത്വനം സീരിയൽ നിൽക്കുന്നു ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന അങ്ങനെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇവൾക്ക് 22-ാം തീയതി വരെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ 20-ാം തീയതി അതൊരു 2 ദിവസം മുമ്പേ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഗ്യാപ്പ് കിട്ടും. 28-ാം തീയതി അല്ലെങ്കിൽ പിന്നെ ഒരു 5 ദിവസം കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഷീ ക്യാൻ ഗോ ആൻഡ് ജോയിൻ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇത് ഫിക്സ് ചെയ്ത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഷൂട്ട്, പക്ഷെ അതെന്താ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അതുകൊണ്ട് ഷൂട്ട് 18-19 വരെ പോയി. നമുക്ക് ഒരുപാട് ഗ്യാപ്പ് ഇട്ടില്ല. ഫൈനൽ ഷെഡ്യൂൾ ആയിരുന്നു. ഇത് പാച്ചപ്പ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. 27th ടെലികാസ്റ്റ്, 28th ഗെറ്റിംഗ് ബാക്ക് ടു പേളി. അപ്പൊ പേളി വാസ് വെരി എക്സൈറ്റഡ്. പേളി ഈസ് ഓൾവേസ് എക്സൈറ്റഡ് അബൌട്ട് എനിത്തിങ്. അപ്പൊ അതായിരുന്നു. എന്നിട്ട് അവള് അതും ഇതല്ലേ നിങ്ങൾ കണ്ടത്, ഇത് കാണാത്ത ഒരു ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു. അത് ശ്രീനിഷിനെയും നിലേനെയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ശ്രീനിഷ് ഇത് അപ്ലോഡ് ചെയ്തിടാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ശ്രീനിഷ് ഒരു കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ അടുത്ത്. എന്നിട്ട് വൻ സങ്കടത്തിലൊക്കെ എനിക്ക് പോയടാ ശ്രീനിഷിനും ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തടാ, അവൻ ഇത് അപ്ലോഡ് ചെയ്തില്ലടാ. ഭയങ്കര സങ്കടത്തിലൊക്കെ എനിക്ക് മെസ്സേജ്. ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി. ഞാൻ എന്റെ ദൈവമേ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീനിഷിനും അവനും നിലയും കൂടിയിട്ട് ഒരു കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾ 2 കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് അവൻ ക്രിയേറ്റ് തരും. എന്നിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹേറ്റേഴ്സ് പറയും ഇത് ഫോട്ടോഷോപ്പ് ആണെന്നൊക്കെ. നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ. അല്ല ആ ഡെലിവറി കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ആ എഡിറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സേ നമുക്ക് അത്ഭുതമൊന്നുമില്ല. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. 200 എപ്പിസോഡാണ് ആ സാധനത്തിന്റെ കൂടെ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്നും ഒരു അത്ഭുതമല്ല. What was the core memory about D4Dance? കോർ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾ യൂണിറ്റ്. നമുക്ക് ഒറ്റ മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാമിലി യൂണിറ്റ്. ഇതൊരു ആക്ച്വൽ റിലേറ്റബിൾ ആണോ എനിക്കറിയില്ല. ഫ്രണ്ട് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ ഫ്രണ്ട് സീരീസിലൊക്കെ പറയുന്ന പോലെ ലൈക്ക് ദർ ഇസ് എൻ ഇമോഷൻ ടു ഇറ്റ്. അതിന്റെയൊക്കെ ഒരു ചെറിയ സ്വഭാവമായിരുന്നു D4Danceൽ. കാരണം ഓരോ ക്യാരക്ടറും ഒരാളാണ് മെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. D4 ജിപിയുടെ ആണോ, പേളിയുടെ ആണോ, പ്രശ്ന മാസ്റ്ററുടെ ആണോ, നീരവിന്റെ ആണോ, പ്രിയാമണിയുടെ ആണോ ഒന്നും പറയാൻ പറ്റില്ല. ടോക്കിംഗ് അബൌട്ട് സീസൺ 2 ആ ഒരു സ്വഭാവം അത് കുക്കുവിന്റെ ആണോ റംസാന്റെ ആണോ, ലൈക്ക് ഇറ്റ് ബിലോങ് ടു എവരിവൺ. എല്ലാം ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ കണ്ടന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാനും പേളിയും അവിടെ തല്ലുവിടുമ്പോൾ ഒറിജിനൽ ആയിട്ടാണ് തല്ലുവിടുക. വളരെ അപൂർവമായിട്ട് കണ്ടന്റുകൾ കയറി വന്നിരുന്നു. പക്ഷെ 100 എപ്പിസോഡ് ചെയ്താൽ 20 എപ്പിസോഡേ സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. 80 എപ്പിസോഡിലും
അവർക്ക് സ്ക്രിപ്റ്റ് ഒന്നും തരാൻ സമയമില്ല. കാരണം ഞങ്ങളുടെ അടിയും പിടിയും പരിപാടികളും കളിയാക്കലും കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക്. എൻ്റെ അടുത്ത് പ്രോഗ്രാം ഡയറക്ടർ പറഞ്ഞ പൊതുവേ ഒരു ഷോ, റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ടന്റ് റൈറ്റേഴ്സ് എഴുതി അവരുടെ പേടി ചെയ്താ. ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും എഴുതിയത് ഇടാൻ സ്ഥലം വേണ്ടേ, നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ പരിപാടി. ബിക്കോസ് അതുകൊണ്ടാണ് ഇത് വർക്ക് ആയത്. കാരണം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഇന്ററാക്ഷൻസും, ഒരാളും ഒരാളെ കുറിച്ച് നല്ല പറയില്ലല്ലോ. അടിച്ച് താഴ്ത്തി പിടിച്ച് തേർച്ച് ഒട്ടിച്ച് ഇന്ന് ആരുടെ ദിവസമാണെന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അവിടെ ജഡ്ജും ഇല്ല, ആങ്കറും ഇല്ല, കണ്ടസ്റ്റന്റും ഇല്ല. ദാറ്റ് വാസ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ആൻഡ് നോ വൺ ഗോട്ട് ഒഫൻഡഡ്. ആർക്കും ഒഫൻഡഡ് ആവില്ല. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കളിയാക്കുമ്പോൾ അവരത് എടുക്കുന്ന പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തിനല്ലേ നമ്മൾ കളിയാക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കിണ്ടാവുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തിനാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മീൻസ് ഇതുപോലെ അതേപോലെയായിരുന്നു ഡിഫോർ. സോ ദാറ്റ്സ് ദ കോർ മെമ്പർ. സോ ജിപിയുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ള, ഞാൻ എന്താ ശ്രദ്ധിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രസന്റ് ചെയ്യും. ലൈക്ക് ആസ് ഇൻ ഫാഷൻ ആണെങ്കിലും സ്റ്റൈൽ ആണെങ്കിലും യു പ്രസന്റ് യുവർ സെൽഫ് വെരി വെൽ. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ? ഇൻ ജനറൽ പ്രോബബ്ലി എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ശരീരം ഉള്ളതുകൊണ്ടും അതുള്ളതുകൊണ്ട് ഇൻ ജനറൽ തുടക്കം മുതലേ അത് ഉണ്ടായിരുന്നു. ഇപ്പൊ D4-ലാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക. കാരണം ഞാൻ കുറച്ച് ലീനാണ്, ഒരുപാട് വയറുള്ള അല്ലെങ്കിൽ ഒരുപാട് മസിൽ ഒന്നുമല്ല, ഒരു ബേസിക് സ്പേസ് സിമ്പിൾ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഡ്രസ്സും ഏതും ഫിറ്റ് ആവാം. എനിക്കൊരു ബേസിക് സംഭവം. എന്റെ കോസ്റ്റ്യൂമേഴ്സ് എപ്പോഴും പറയുന്നത് GPക്ക് ഈസിയാണ് ഡ്രസ്സ് ചെയ്യിപ്പിക്കും. കാരണം കുർത്ത കൊടുത്താൽ അതും വർക്കാവും, മറ്റേ ടീഷർട്ട് കൊടുത്താൽ അതും കുഴപ്പമില്ല, സ്യൂട്ട് കൊടുത്താൽ അതും കുഴപ്പമില്ല. മറ്റേ നമുക്ക് കുറച്ചൊരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ നമുക്ക് ചില ഡ്രസ്സുകൾ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ സാധനങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എന്റെ ഫാഷൻ സെൻസ് മാറിയത് അല്ലെങ്കിൽ അത് അഗ്രസീവ് ആയത് അല്ല വൈകുണ്ഠ പെരുമ്പല്ലൂരിന് ശേഷമാണ്. അവിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടല്ലോ, അതിന്റെ നായകൻ, സ്റ്റൈൽ ഐക്കണായിട്ടുള്ള ഒരാള്. പുള്ളിയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും ഇയാളെ കാണല്ലേ. ഒരു 8-9 മാസമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. 35 ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിന്റെ പ്രൊമോഷനും അതിന് അല്ലാതെയും സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാവല്ലോ. അതിലാണ് ഞാൻ എൻ്റെ സ്റ്റൈലിംഗ് അഗ്രഷനിൽ മാറ്റം വരുന്നത്. ലൈക്ക് ദെൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിങ്ങിലേക്കും സംഭവങ്ങളിലേക്കൊക്കെ ഞാൻ പോകാൻ തുടങ്ങിയത്. അത് ആ സമയത്ത് അപ്പോഴാണ് പിന്നെ ആൾക്കാർ എന്നിലേക്ക് തിരിച്ചെത്തണം. GP ചേട്ടാ ഇട്ട ആ സാധനം എവിടുന്ന എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ടെന്നും കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് എന്നെ വിളിച്ചിട്ടും ബ്രാൻഡ്സ് എന്നെ വിളിച്ചിട്ടും എൻ്റെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് ആ സ്പേസിലാണ്. ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഈ മറ്റേ എയർപോർട്ട് ഫോട്ടോഗ്രാഫി ഉണ്ടെന്ന് നമ്മുടെ ജയറാമേട്ടൻ ഈടെ വന്ന് പറഞ്ഞായിരുന്നു, സത്യമാണോ? ഉണ്ടാവാം. ഞാനിങ്ങനെ എയർപോർട്ട് ഫോട്ടോഗ്രാഫി സ്പേസിലേക്ക് അതെന്തോ അദ്ദേഹം പറഞ്ഞ പ്ലഗ്ഡ് ആണെന്നാണല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ നിർത്തിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ആ സ്പേസിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പേസിലേക്ക് ഒന്നും എത്തിയില്ല. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ വൈകുണ്ഠപുരത്തിലെ പൈഡ് തല്ലിയല്ലേ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആദ്യമാണോ ബംഗാരാജ്, ഈ ലൈനിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളൂ. അല്ലാതെ ആൾക്കാർ പോകുമ്പോൾ അങ്ങനെ ചറവറ എന്ന് ഫോട്ടോ എടുക്കുന്ന സ്പേസിലേക്ക് എത്തിയില്ല. സോ ഐ ഡോണ്ട് നോ ദാറ്റ് മച്ച്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു എയർപോർട്ട് ഫോട്ടോഗ്രാഫി പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയില്ല, അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മുടെ കേരളത്തിൽ ഒരു വരുന്നുണ്ട്, അതിനോടുള്ള ഒരു അതിനോടൊന്നുമില്ല, ഞങ്ങൾക്ക് അത് എംബ്രേസ് ചെയ്യാന്നുള്ളതല്ലാതെ പറഞ്ഞപ്പോ അതിനോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഷോ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും, അല്ലേ? കാരണം അത് ഞാനാവുമ്പോൾ അത് അറിയില്ല. കാരണം എനിക്കിത് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ക്രൗഡ് ഇഷ്ടമാണ്, എനിക്ക് അവരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല പറഞ്ഞാൽ ആൾക്ക് പേടിയാണ്. അത് പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ ഏതൊരു സ്ഥലത്ത് ഇത് അഡ്രസ് ചെയ്യാൻ നോക്കി, അപ്പോഴും അത് റൈറ്റ് സെൻസിലല്ലല്ലോ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇവളൊരു ക്രൗഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും മീഡിയ കാണുമ്പോൾ ഇവിടെ കയ്യിലൊരു അമർത്തലുണ്ട്. പിന്നെ ഞാൻ ഒരു പെർഫോമർക്ക് എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അപ്പോൾ ആൻഡ് എവിടെ പോയാലും ഇതുണ്ട്. അത് എനിക്ക് ആകെയുള്ളതെന്ന് വെച്ചാൽ മരണ വീടുകളിലൊക്കെ ഇത് വരുമ്പോഴാണ് ഇറ്റ്സ് സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. ശരിയാണ്, മരണ വാർത്ത ആളുകളിലേക്ക് എത്തണം. പക്ഷെ അവിടെ ആളുകൾ വരുന്നതും അതിന്റെ സങ്കടവും ആഘോഷിക്കുമ്പോൾ ഈസ് ഇറ്റ് റൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾ മീഡിയയാണ്, നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. ദാറ്റ്സ് വെരി അൺകംഫർട്ടബിൾ. എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനൊരു സെലിബ്രിറ്റി, എനിക്ക് ഇഷ്ടം ആൾക്കാർ വരുന്നതും സെൽഫി എടുക്കണം. 2 സ്ഥലത്ത് വെച്ച്, അമ്പലത്തിലും ഹോസ്പിറ്റലിലും. ആ 2 സ്പേസിലും ഞാൻ എൻ്റെ ഫ്രെയിം ഓഫ് മൈൻഡ് വേറെയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് അല്ല ഈ 2 സ്ഥലത്തും. പക്ഷെ എങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ആ സമയത്ത് എപ്പോഴാണ് കംഫർട്ടബിൾ അല്ലാത്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ 2 സ്ഥലത്തും. കാരണം ഹോസ്പിറ്റലിൽ എപ്പോഴും നമ്മൾ നല്ല വാർത്ത, ഒരു കുട്ടി ജനിച്ചിട്ട് കാണാൻ പോകണം നല്ലത് ആവണം എന്നില്ല. യു നെവർ നോ വൈ യു ആർ ഇൻ എ ഹോസ്പിറ്റൽ. ആൻഡ് സ്പിരിച്വൽ സ്പേസ് എന്ന് പറയുന്നത്, അമ്പലം എന്ന് പറയുന്നത് ടോട്ടലി യു ആർ ഇൻ എ ഡിഫറെന്റ് മൈൻഡ് ഫ്രെയിമിലാണ്. ഞാൻ എൻ്റെ എല്ലാ ട്രെയിൻ ഓഫ് തോട്ട്സും എൻ്റെ എല്ലാ അല്ലെങ്കിലുള്ള
എക്വിപ്ഡ് ആയിട്ടുള്ള ചിന്തകളും ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത ഒരു കാം എനർജി സ്പേസ് ആണ് അത്. പക്ഷെ അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ വരുമ്പോൾ നമുക്ക് നോ പറയാറൊന്നുമില്ല, ഞാൻ ചെയ്യാറില്ല. പക്ഷെ ദാറ്റ് ഈസ് ടു അൺകംഫർട്ടബിൾ സ്പേസ് ഫോർ. അപ്പോൾ അതേപോലെ തന്നെ പക്ഷെ ബാക്കിയെല്ലാ സ്ഥലത്തും നമുക്കൊന്നും ചെയ്യും. ഇപ്പോൾ ഒരു പടത്തിന്റെ ലോഞ്ചിന് വരുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ പിന്നാലെ വരുന്നത് നമുക്ക് ആവശ്യമാണ്, ഇവരെയൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എനിക്കതിനെ നോ എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ഔചിത്യം എന്ന് പറയുന്ന സാധനം നിലനിർത്തുക എന്നുള്ളതല്ലാതെ ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ഇറ്റ്. കാരണം എന്നെ പോലെ ഒരാൾക്ക് ഈ മീഡിയാസിനൊക്കെ ആവശ്യമാണ്. ഞാൻ ഒരിക്കലും അവരോട് നോ പറയില്ല. ഞാൻ എന്നും മീഡിയനെ, എസ്പെഷ്യലി ഒരു അവതാരകനായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്ന, ക്രൗഡിനെ ഇഷ്ടപ്പെടുന്ന, മീഡിയൻ എന്നും ഇഷ്ടപ്പെടുന്ന, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഈ ക്യാമറകളൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഹിപ്പോക്രസി ആയിരിക്കും. ഐ ലവ് ദീസ് തിങ്. കുട്ടിക്കാലം മുതലേ ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഈ ക്യാമറകളൊക്കെ എൻ്റെ മേലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എനിക്കതൊന്നും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ അതല്ലാത്തവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അവരുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഔചിത്യം കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് തോന്നി. കാരണം നമ്മളൊരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, അങ്ങനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കോൺഷ്യസ് ആവുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ സുഹൃത്തിന്റെ കല്യാണം, നിങ്ങൾ അടിച്ചു പൊളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യാമറ വന്നു കഴിഞ്ഞാൽ അത് വരണ്ടായിരുന്നു നിങ്ങൾ കൈയോടെ വെക്കണം, കാലോടെ വെക്കണം, ചിരിക്കണോ, ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ അല്ലേ. അത് എല്ലാവരുടെ സംഭവം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുക്കണ്ട എന്ന് തോന്നില്ലല്ലോ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അൺഇൻവൈറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കോൺഷ്യസ് ആവും, നിങ്ങൾക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യില്ല, നിങ്ങൾ കുറയും എന്നതിന്റെ അർത്ഥം നിങ്ങൾ ക്യാമറ വേണ്ട എന്നല്ല പറയുന്നത്. ഇതാണ് പാപ്പരാസിയിലേക്ക് വരുന്ന ഒരു സ്പേസിങ്. ബട്ട് ഐ വിൽ നെവർ സേ നോ ടു ദം. അവർ കുറച്ചുകൂടെ ഔചിത്യം പാലിക്കണം. എവിടെയാണ് അവർ, ഹോസ്പിറ്റലിലാണോ മരണ വീട്ടിലാണോ, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് സിറ്റുവേഷൻ എന്നും കൂടെ അവർ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ജനങ്ങൾ ഭയങ്കര ബ്രില്യൻ്റാണ്. അവർ കമന്റ്സിൽ തന്നെ പറയും ഇതും കൊണ്ടുപോയ നിങ്ങളെ വേണമെന്നല്ല എന്ന് പറയുന്ന സാധനങ്ങളും ഞാൻ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട്. കാരണം എനിക്ക് ആൾക്കാരുടെ ഫീഡ്ബാക്ക്, ഞാൻ കമന്റ്സിനെ സീരിയസ് ആക്കി എടുക്കാറില്ല. ഞാൻ വായിക്കാറുണ്ട്. ഐ വോണ്ട് ടു നോ ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇപ്പൊ എനിക്കെതിരെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അത് വായിച്ച് സങ്കടപ്പെടുന്ന ഒരാളല്ല. എനിക്കെതിരെ ഒരു നല്ല കമന്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളല്ല. ബട്ട് ഐ റീഡ് എവരിത്തിങ്. ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യണമെന്നില്ല, പോയി ലൈക്ക് ചെയ്യണമെന്നോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ബട്ട് എനിക്ക് എന്താ വെച്ചാൽ ഞാനൊരു ഓഡിയൻസ് പേഴ്സണാണ്. എൻ്റെ അടുത്ത് ഗോപിക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാ ഈ കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ്. എനിക്കിത് ഇഷ്ടമാണ്. ലൈക്ക് ഹൗ ഒരു സർട്ടൻ വിഭാഗം ആൾക്കാർ ഇസ് റെസ്പോണ്ടിങ് ഇറ്റ് ടു ഇറ്റ് ആൻഡ് ഹൗ അനദർ സർട്ടൻ വിഭാഗം ഇസ് റെസ്പോണ്ടിങ് ഇറ്റ്. ഞാൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണ്. എന്നെ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൊരു അവസ്ഥ ഇതുവരെ കേൾക്കില്ല. തഗ് റിപ്ലൈ ഒന്നും എൻ്റെ ഭാഗത്ത് കേൾക്കില്ല. ഞാൻ ഇഗ്നോർ ചെയ്യായി അവരെ. ബിക്കോസ് ഐ ഡോണ്ട്, അതാണ് എനിക്ക് ഏറ്റവും. പക്ഷെ ഐ ഒബ്സർവ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് സീ ഇറ്റ്. ഞാൻ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കില്ല. കാരണം ആ സ്പേസ് അല്ല. പക്ഷെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാകുക. കാരണം എനിക്ക് ഓഡിയൻസ് സൈക്കോളജി ഇഷ്ടമുള്ള ആളാണ്. ഞാനൊരു അവതാരകനും കൂടി ആണല്ലോ. അപ്പോൾ എനിക്ക് മാത്രമല്ല ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടി ആണല്ലോ. ഞാൻ ഒരു സമയത്ത് ആഡ്സിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. എനിക്ക് ഓഡിയൻസിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും കിട്ടുന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടാസ്ക് ചെയ്യാം. നമ്മൾക്ക് മനോരാജ്യം ഒരാളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാം. ആരാണെന്നറിയോ? എനിക്കറിയാം ഗോപിക ഇച്ചിരി സോഷ്യലി ആൻസൈറ്റി ഉള്ള ആളാണ്. പക്ഷെ ഫോണിലായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കേട്ടു. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഏതാ ചാനലിൽ എനിക്ക് ഓർമ്മയില്ല, ഇതേപോലെ ദിവ്യാപിള്ള കേട്ടോ നമ്മളെ വിളിച്ചിരുന്നു. നമ്മൾ അറിഞ്ഞില്ല ഇതൊരു കോളാണ്. വി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. അപ്പൊ എനിക്കിതൊന്നും ഒരു ബുദ്ധിയില്ല. വെച്ച് കഴിഞ്ഞാൽ അവള് അയ്യോ ഞാൻ എന്താ പറയുക, നിങ്ങളുടെ ട്രിക്സ് ആൻഡ് ടാക്ടിക്സ് അവൾക്ക് അറിയുന്നുണ്ട്. വിളിച്ചാൽ കിട്ടൂല. എന്റെ അടുത്ത് വരുമ്പോ തന്നെ പറഞ്ഞ ഞാൻ ഈ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. അല്ല ഞാനത് സോഷ്യൽ ആൻസൈറ്റി കൊടുക്കണ്ട, നമുക്ക് പടം തന്നെ പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ്. അതാവുമ്പോ എന്തായാലും ഗോപിക വിളിച്ച് പടം പ്രൊമോട്ട് ചെയ്തു. പടം അപ്പൊ മനോരാജ് എന്തായാലും ഞാനും ചോദിച്ചതാ. കാരണം നിങ്ങൾക്ക് തമ്മിലായിട്ട് ഗോപികയെ വിളിച്ചപ്പോൾ എടുത്തു നോക്കുമ്പോ മനോരാജ്യം കാണാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ജി പി ഗോപികയെ വിളിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിട്ടിട്ട് പ്രൊമോട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇന്റർവ്യൂ കാണിപ്പിക്കും. മനോരാജ്യം അവര് വിചാരിക്കും ഇതിനകത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫോൺ വിളിക്കണ പോലെ, ഫോൺ കൊടുത്തില്ല, ഫോൺ വിളിക്കണ പോലെയൊക്കെ ഞാൻ അഭിനയിക്കാം. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഞാൻ ഒരിക്കലും ഗോപികനെ അവളുടെ കംഫർട്ട് സോണിന് അൺഈസി ആക്കാറില്ല. ഐ എം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഐ റെസ്പെക്ട് ദാറ്റ് ഇൻഡിവിജ്വൽ. എന്ത് ചെയ്യുമ്പോഴും ഐ ആസ്ക് ഹർ ആർ യു ഗെയിം ഫോർ ഇറ്റ്. അപ്പൊ അവള് ആണെന്ന് പറയുമ്പോഴാണ് ഞാൻ, കാരണം ഷീ ഗിവ് മീ എ ലോട്ട് ഓഫ് സ്പേസ്. ഞാൻ എന്ന ഇൻഡിവിജ്വലിന് ഒരു ചേഞ്ചും കല്യാണം എൻഹാൻസ്ഡ് ആയിട്ടും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ യാത്രകൾ, എൻ്റെ ഭ്രാന്തൻ ഐഡിയാസ്, എൻ്റെ സൗഹൃദം, ഇതിലൊന്നും ഒരു ഇതും വന്നില്ല. സോ അതേ റെസ്പെക്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസ്പെക്ട് ഞാൻ എന്നും ആ ഇൻഡിവിജ്വലിന് കൊടുക്കുന്നുണ്ട്. സോ ദ മൊമെന്റ് ഇപ്പം നമ്മളെ രണ്ടുപേരെയും
എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസിന് കാണാത്ത വെച്ചാൽ 2 കാരണത്തിൽ ഒന്ന് അതാണ് എന്ന് വെച്ചാൽ ഒന്ന് ഗോപിക അത്രയും ആവശ്യം വരുമ്പോഴേ എഗെയിൻ അൺഈസി സ്പേസ് ആണ്. പിന്നെ 2-3 കൊടുക്കാം ചേട്ടാന്ന് പറഞ്ഞു. 2-3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം 6-7 മറ്റേ സോഷ്യൽ മീഡിയയായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ്. പിന്നെ ചാനലുകൾ ഏഷ്യാനെറ്റാണെങ്കിലും മഴവില്ലാണെങ്കിലും ഒക്കെ ഞാൻ സീ ആണെങ്കിലും ഇത് 3 ഞാൻ അവതരണം ചെയ്തിട്ടുള്ളതാണ്. മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും എനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ 2-3 കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. കാരണം ഏഷ്യാനെറ്റിൽ നിന്നാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അവര് പറയും ഞങ്ങളുടെ അവതാരകനാണെന്ന്. D4 ഡാൻസ് തന്നത് എനിക്ക് മഴവില്ല, അവിടെ ഗസ്റ്റായി പോകാതിരിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ബസിംഗ ചെയ്ത് സീലാണ്. അപ്പം സീൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. സോ ചാനൽസ് സൂര്യ ടിവിയിലാണ് D4 ഡാൻസിലെ യമുന വർക്ക് ചെയ്യുന്നത്. യമുന ഇത്തവണ പോലും ഓണത്തിന് വിളിച്ചു. നമ്മൾ യമുന ഒരാൾക്ക് കൊടുത്താൽ ഞങ്ങൾ പെടും. പിന്നെ മാത്രമല്ല ഗോപികയുടെ റിയാക്ഷൻസ് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവുമായിരിക്കും. അതിന്റെ ഒരു ബിഹൈൻഡ് തോട്ട് പ്രോസസ് എന്താണ്, പുള്ളിക്കാരി ഗോ ത്രൂ ചെയ്യുന്നത് നല്ല ആൻസൈറ്റി ഉള്ള ആളാണ്. ഒരു എന്ത് പരിപാടിയിലേക്കും ലൈക്ക് അവളുടെ ലൈഫിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഉള്ള ആളാണ്. സുമതി വളവിന്റെ ലോഞ്ചിന്റെ സമയത്ത് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടറിയാം. അവളിങ്ങനെ നേരെ പോയിട്ട് അഭിലാഷേട്ടൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചതിന് ശേഷമാണ് പ്രസംഗിക്കുന്നത്. അവൾ പറഞ്ഞതാണ് എനിക്ക് മൈക്ക് തരാതിരിക്കാൻ പറ്റുക. അഭിലാഷ് പറഞ്ഞു നിനക്ക് എങ്ങനെ മൈക്ക് തരാതിരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ആള് ഇറക്കാണ്. അവള് വിചാരിക്കാൻ ഞാൻ ഇവിടെ മുതൽ കിടുവോ. ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ഷീ ഈസ് ബീയിങ് കോൾ ടു ദ സ്റ്റേജ്. ഞങ്ങളൊരു റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവള് പറഞ്ഞിട്ട് ഞാനൊരു പാവാ ചേട്ടാ എനിക്ക് മൈക്ക് തരാതിരിക്കാൻ പറ്റും. അഭിലാഷന്റെ അടുത്ത് പറഞ്ഞത് എടാ എന്തൊക്കെയാണ് പറയുന്നത്, ഞാനൊരു പാവാ ചേട്ടാ എനിക്ക് മൈക്ക് തരാതിരിക്കാൻ പറ്റും. അതാണ് അവൾ അവിടെ പോയി പറഞ്ഞത്. അങ്ങനത്തെ ഒരു ആളെ പക്ഷെ ആള് മാറി വരും. മെല്ലെ മെല്ലെ എല്ലാവർക്കും ഓരോരോ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാവും. സോ ഷീസ് ലൈക്ക് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. ഇതൊരാൾ പറഞ്ഞ് മനസ്സിലാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ഇത്രയും കാലം അവളിത് പറയില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കൂല. ഇതിപ്പോ എനിക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനിത് വ്യക്തമായിട്ട് ഇത് എന്താ പരിപാടി എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടും മനസ്സിലാവാത്തവര് മനസ്സിലാക്കാനും നിൽക്കുന്നില്ല, അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഐ ക്യാൻ റിലേറ്റ്. കാരണം എന്റെ പാർട്ണർ ഇസ് ഇൻട്രോവേർട്ട്, ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാലേ ഇവള് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ സെലക്ടീവ് ഇൻട്രോവേർട്ടാ. ഇവള് ഇൻട്രോവേർട്ട് ഒന്നുമല്ല. ഇവള് ഇൻട്രോവേർട്ട് അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ ഇവളുടെ ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയി കാണേ. ഗോപിക ഫാൻസ് അറിയാട്ട് പറഞ്ഞിട്ട് അതിന് ഞാൻ കേട്ട ചീത്ത വേറെ. അപ്പൊ അവൾ ഇൻട്രോവേർട്ട് ഒന്നല്ല, പക്ഷെ ഷീസ് എ വെരി സെലക്ടീവ് ഇൻട്രോവേർട്ട്. ഐ തിങ്ക് ഇൻട്രോവേർട്ട്സ് ആർ ലൈക്ക് ദാറ്റ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അഞ്ജു കുര്യൻ അവള് ഭയങ്കര ഇൻട്രോവേർട്ടാ. ജസ്നിയ ഭയങ്കര ഇൻട്രോവേർട്ടാ, പക്ഷെ എന്റെ അടുത്തല്ല. അപ്പൊ അവര് പറയുന്നത് ചേട്ടാ അതിഥി രവി അവളെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ പറയുമോ? അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ അവരുടെ കംഫർട്ട് സ്പേസിൽ അവർ അങ്ങനെയുള്ളൂ. ബാക്കി അവർ കഷ്ടപ്പെട്ട് ആ സ്പേസിലേക്ക് നിൽക്കുകയാണ്. അതിഥി ഗോപികയായിട്ട് സംസാരിക്കുമ്പോൾ യു ഇവിടെ എന്നെ പോലെ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അടിപൊളി. അവര് ഇന്ററാക്ട് ചെയ്യുമ്പോ ഞാൻ വിചാരിച്ച് ജാടയൊക്കെ നിൽക്കുന്നു കേട്ടോ, കാരണം ഇങ്ങനെയൊക്കെ. പക്ഷെ ഇത് നമ്മളെ പോലെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു ഇതന്നെ തന്നെ കുറിച്ച് വേറെ കുറെ ആൾക്കാർ പറയും. അപ്പൊ ആയിരിക്കില്ലേ അവരുടെ തൃശ്ശൂർ സ്പേസ്. സോ അതങ്ങനെയാണ്. നമ്മള് പേടിയ ജാട എന്ന് പറയും. നിങ്ങളുടെ ഇത് വന്നപ്പോഴത്തേക്കിനും ഫുൾ ട്രോൾസ് വന്നെങ്കിലും ശിവേട്ടൻ ഇതൊക്കെ അറിഞ്ഞാലോ. സജൻ ഈസ് എ വെരി സ്വീറ്റ് ഗൈ. ലൈക്ക് വളരെ വളരെ ഹംബിൾ ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കുറെ പേര് ബോയ്സ് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഇത്രയും ഹംബിൾ ആയിട്ടുള്ള രീതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജിപിയുടെ മനോരാജ്യം അതായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്. അയ്യോ അവിടെ തിരിച്ചു പോയില്ലേ. മനോരാജ്യം മറക്കരുത്. പക്ഷെ മനോരാജ്യം മറക്കരുത്. മനോരാജ്യത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സോങ് ഉണ്ട്. സോ തെളിവാനം എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട്, അത് തന്നെയാണ് എന്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്കൊന്ന് വിനീത് ഈ അടുത്ത പാടിയ പാട്ടുകൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പാട്ടാണ്. പിന്നെ രണ്ടാമത്തൊരു ഹൈലൈറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ളതാണ്. ഇവിടുന്ന് തന്നെ വളരെ ഇന്ത്യയിൽ നിന്ന് തന്നെ 12th പാസ്സൊക്കെ പോലെയുള്ള വലിയ സിനിമകൾ സെലക്ടഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഞങ്ങൾ കൺസിഡർ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് ടു ഡു മോർ സിനിമാസ്. ഫ്രം ദ ബിഗിനിങ് ഓഫ് യുവർ കരിയർ ആദ്യത്തെ സിനിമ തന്നെ ടി ജി രവി, ജ്യോതിർമയി അവരൊക്കെ ആയിട്ടാണ് ചെയ്തിരുന്നത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ. അതെ. പിന്നീട് ചെയ്ത പല സിനിമകളാണെങ്കിലും വളരെ നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല വ്യക്തികളുടെ ആക്ടേഴ്സിന്റെ കൂടെയും പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഡാഡി കൂൾ ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ പറയാൻ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിക്കറ്റർ, ആ ഒരു ക്യാരക്ടറിൽ ഭയങ്കര ആപ്റ്റായിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് നമ്മൾ കാണുന്ന ആ ഒരു
നമ്മുടെ ഇന്ത്യൻ ടീമിനെയൊക്കെ കാണുമ്പോൾ ഒരു വൈബ് കിട്ടില്ലേ, ആ ഒരു ഫീല്. ആ ഒരു ടൈമിലാണ് ഞാൻ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അതാണ്. നമുക്ക് എപ്പോഴും മുംബൈക്ക് ബാക്കിലേക്ക് നോക്കുമ്പോ നമുക്ക് ഇതെന്താ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ പഴയ ഫോട്ടോ കാണുമ്പോൾ ഇതെന്താ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നുന്ന പോലെ. അപ്പം എനിക്കെപ്പോഴും പുതിയ വർക്കുകളാണ്, ഇത് വലിയ തരക്കേടില്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് പഴയ വർക്കുകൾ നോക്കുമ്പോൾ വേറെ ആൾക്കാരെ നന്നായിട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായി ചെയ്യായിരുന്നു എന്ന് എപ്പോഴും തോന്നും. കാരണം നമ്മൾ ഇന്ന് നിന്നിട്ടാണല്ലോ അന്നത്തേക്ക് നോക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഐ എം വെരി ഹാപ്പി. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ആൻഡ് മനോരാജ്യം എല്ലാവരും പോയി കാണണം. എല്ലാം എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്.